بسم الله الرحمن الرحيم الحمد لله اللهم صل وسلم وبارك عليه وغفر نعم أكرم واغفر لنا ولمشايخنا ولأساتذتنا ولجميع المسلمين. നല്ല എളുപ്പമാണ്. അതോടുകൂടെ നല്ല കാണാൻ നല്ല മൊഞ്ചുണ്ടാകും. മൊഞ്ചുണ്ടാകും. ഇവിടെ വേറെ ഇവിടെ തന്നെ കുറച്ച് വിശദീകരിക്കാം. മാ എന്നറിഞ്ഞില്ല, അതിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു. മാ ഒന്നാണ് അറിഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. മാ എന്നറിഞ്ഞത് മൗസൂലയായ മായാക്കാം. ചിലപ്പോ മാ ഒന്നാണെന്ന് പറഞ്ഞാൽ മൊയ്യനായ ഒന്നാണ് എന്നാവും. മൗസൂലാകുമ്പോ ഒരു തയ്യന്റെ അർത്ഥം ഉണ്ടാവും. മൗസൂല മരിഫല്ല. അപ്പൊ എന്താ അർത്ഥം ഉണ്ടാവും? ആ ഒന്നാണ് എന്നുള്ളൊരു സ്വയം ഉണ്ടാവും. മനസ്സിലായ? മാ എന്നതിനെ നെക്കിറയായ മായു ആക്കാം. മൗസൂലല്ലാത്ത സാധാ നെക്കിറയായ മാ എന്തല്ല, അപ്പൊ മാരിഫല്ല. നെക്കിറയാക്കാം, മാരിഫിയാക്കാം. ഇങ്ങനത്തെ മാകളെ ചിലപ്പോ നെക്കിറായിരിക്കാം. നെക്കിറാകുമ്പോ ഏതോ ഒന്ന് എന്നുള്ള അർത്ഥമാണ്. ഒരു തയ്യിലേക്ക് ചായ വരൂല. നെക്കിറ മനസ്സിലായ? നെക്കിറാകുമ്പോ ഇസ്തദ്ദത്തിനെ സിഫത്താക്കേണ്ടി വരും. മൗസൂല മാരിഫയാകുമ്പോ ഇസ്തദ്ദത്തിനെ സിലയാക്കേണ്ടി വരും. മാ ഒന്നാണ്. ഷൈഉൻ താതാ ഇതാകുന്നത് മാ ഐ ഷൈഉൻ നെക്കിറാകുമ്പോ യാതൊരു വസ്തുവാണ്. എങ്ങനെയുള്ളതായ ഷൈആണ്? ഇസ്തദ്ദത്തിലെ ഹാജത്തുൽ മുതഫഖിമീന ലിജമ്മിൽ ജവാം. ജമ്മിൽ ജവാമിനെ ഗ്രഹിക്കുന്നവരുടെ ആവശ്യം ശക്തമായ ഒന്നാണ്. സിഫത്താക്കുക മാ നെക്കിറാക്കുമ്പോ. മാ മൗസൂല മാരിഫയാക്കുമ്പോ ഇസ്തദ്ദത്തിനെ എന്തുവാക്കുക? ശരിയാക്കുക. ഇതുവരെ പറഞ്ഞത് മനസ്സിലായപ്പോ നിങ്ങൾക്ക്? മാ രണ്ട് ഇവിടെ ഏതാ ആക്കാം. മനസ്സിലായി? ഇങ്ങനെയുള്ള മാന രണ്ട് തരത്തിൽ മൗസൂലാന്ന് വെക്കണം, വെക്കാം. മൗസൂലന്നെ വെക്കണം എന്നുണ്ടെങ്കിൽ അത് നെക്കിറ ഷൈഉ എന്നുള്ള മാനാക്കുള്ള നെക്കിറ എന്ന് വെക്കുക. അപ്പൊ അതിന് സിഫത്തായിരിക്കും ശേഷം ഉള്ളത്. അങ്ങനെയാണ് മാന്റെ രീതി. ഇവിടെ ഇദ്ദേഹം പറയുന്നത് ഈ മാന നമുക്ക് മൗസൂലാക്കണ്ട, എന്താക്കണം എന്നാണ്? നെക്കിറ മൗസൂഫ് ആക്കണം എന്നാണ്. മൗസൂഫ് പറഞ്ഞ ശേഷം എന്തുണ്ട്? സിഫത്താണ്. മൗസൂലാകുമ്പോ ശേഷമുള്ളത് എന്താണ്? സിലയാണ്. അപ്പൊ നെക്കിറ മൗസൂഫ് ആക്കിയാൽ മതി, സിലി മൗസൂലി ആക്കണ്ട എന്നാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടാണ് മൂപ്പര് പറയുന്നത് അറിയാം? മിൻസറഹി എന്ന് പറഞ്ഞത് മിനസ്സറഹി എന്നല്ലല്ലോ പറഞ്ഞത്. അവിടെ നെക്കിറാക്കിട്ടല്ല പറഞ്ഞത്. അപ്പൊ ഈ മാ എന്താണ്? നെക്കിറാണ്. എന്തല്ല? മാരിഫല്ല. മനസ്സിലായ? ഇപ്പുറത്തെ ബയാനെന്ന് മനസ്സിലാക്കാം. മിൻസറഹിൻ സറഹിനാന്നല്ല നമ്മള് പറഞ്ഞത്. മായുടെ ബയാനല്ലത്. മാ എന്താണ്? ഒന്നാന്ന് പറഞ്ഞാൽ എന്താണത്? സറഹിനാൽ. അവിടെ നെക്കിറാക്കി പറഞ്ഞല്ല. അപ്പൊ ഈ മാ എന്താണെന്ന് മനസ്സിലാക്കായിരുന്നു. നെക്കിറ മൗസൂഫാണ് എന്ന് മനസ്സിലാക്കാം. അത് മനസ്സിലായ? മനസ്സിലാക്കണമെങ്കിൽ അടുത്തേക്ക് പോയാൽ മതി. പറഞ്ഞാൽ മനസ്സിലായ നിങ്ങൾക്ക് എന്താ പറഞ്ഞതെന്ന്? നല്ലതാ. പിന്നെ വേറൊരു പോയിന്റ് മൂപ്പര് പറയുന്നുണ്ട്. ഇസ്തദ്ദത്ത് എന്നാ പറഞ്ഞത്. നമ്മളെ മഹല്ലിയില്ലേ, മുസന്നിഫിന്റെ ഷാരിഖിന്റെ, നമ്മളെ ജമുൽ ജവാമിനെ ശറഹ് ചെയ്തത് മഹല്ലിമാമനാണ്. നമ്മുടെ ഫിഖിന്റെ മഹല്ലില്ലേ, പിന്നെ അതിന്റെ ശറഹായ അതിലെ ദഅത്ത് എന്നാ പറഞ്ഞത്. ഹാദാ മാ ദഅത്ത്. നമ്മുടെ തുടക്കത്തില് നമ്മൾ ഓതിയ അവിടെ എന്താ പറഞ്ഞത്? മിൻഹാജിന് നിക്കുള്ള ഒരു ആവശ്യമായ ഒരു ശറഹാണ്. ഇവിടെ എന്താ പറഞ്ഞത്? ഇസ്തദ്ദത്ത്, ശക്തമായ ആവശ്യം വന്നിട്ടുണ്ട്. മനസ്സിലായ? അതെന്താന്ന് വെച്ചാല് മിൻഹാജായ ഫിഖിന്റെ മിൻഹാജിന് ഒരുപാട് ശറഹുണ്ട്. വളരെ ശക്തമായിട്ടൊരു ശറഹിന്റെ ശക്തമായ ആവശ്യമൊന്നും ഞാനിപ്പോ എഴുതുന്ന ശറഹിന് ഇല്ല, ഷറഹുൽ മഹല്ലിക്ക് ഇല്ല. പക്ഷെ ജമുൽ ജവാമിക്ക് ഒരു ഞാനിപ്പോ എഴുതാൻ പോകുന്ന ഈ ശറഹ് വളരെ ശറഹുകൾ കുറവായതുകൊണ്ട് അത്യാവശ്യമായി ഇസ്തിദാദ് ഉണ്ടാവും. അതാണ് കാരണം എന്നാണ് അവിടെ ദഅത്തും ഇവിടെ ഇസ്തിദാദിന്റെ വ്യത്യാസം. കാരണം മനസ്സിലാണ്ടോ? അവിടെ ഒരുപാട് ശറഹുണ്ട് മറ്റേ കിതാബിന്, ഇതിൽ അത്രയില്ല. ഇത് വളരെ ഇസ്തിദാദ് ഉണ്ട്. പിന്നെ മുത്തഫഖിമീന എന്ന് പറഞ്ഞാൽ എന്താ? തഫഖമ എന്ന വാക്കിൽ നിന്നാണ് അല്ലെ? തഫഖമ യതഫഖമു മുത്തഫഖിം.
തഫഉല് വസനിലൊക്കെ പ്രയാസത്തോടെ എന്നൊരു സ്വയം ഉണ്ടാവും. തഫഉല് പദം തന്നെ ഒരു പ്രയാസം ഉണ്ടല്ലോ, ഒരു കാനും വലിയൊരു ഭാരമൊക്കെ ഉള്ള വാക്കല്ല. തഫഉല് വസനിലൊക്കെ എന്തുണ്ടാകും, ഒരു പ്രയാസം സഹിക്കുക എന്നർത്ഥം ഉണ്ടാവും. അപ്പൊ അത് മുത്തഫക്കിമീന ലി ജമ്മിൽ ജവാമി എന്ന് പറഞ്ഞാല് ജമ്മുൽ ജവാമീനെ പ്രയാസം സഹിച്ച് ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്നർത്ഥം. അപ്പൊ ഈ ജമ്മുൽ ജവാമിനെ ഗ്രഹിക്കണമെങ്കിൽ വെറുതെ ഇരുന്ന് കിടന്നുറങ്ങിയാൽ കിട്ടൂല എന്ന് മനസ്സിലായി. എന്ത് വേണം? അധ്വാനിച്ച് ഗ്രഹിക്കണം. അല്ലാതെ എന്നറിയാണ്ട് അങ്ങോട്ട് മറ്റേ കുട്ടിക്കാണ്ട് ഇവിടെ നിന്ന് കേട്ട് വയ്ക്കാണ്ട് അവിടെയാണ് കുട്ടിക്കിടന്ന് കാണ്ട് ഇതെനിക്ക് തിരിയണില്ല, ഞാന് ഒന്നും തിരിയണില്ല എന്ന് പറഞ്ഞിക്കാണ്ട് അങ്ങനല്ല. മെനക്കെടുത്തുകാണ്ട് തിരിയിപ്പിക്കാൻ വേണ്ടി മെനക്കെടണം. ഇതുപോലെ തഅല്ലുമ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ തഫഉല് വസനാണ്. ഇൽമ പഠിക്കൽ എന്ന് പറഞ്ഞത് ഏത് ഇൽമാണെങ്കിലും, സ്കൂളത്തെ ഇൽമാണെങ്കിലും ഇവിടുത്തെ ഇൽമാണെങ്കിലും ഇൽമ പഠിക്കാൻ കിട്ടുന്നവന് ആരാ? മെനക്കെട്ട് പഠിക്കുന്നവനാണ് മുത്തഅല്ലിം. അവിടെ തഫഉല് വസനാണ്. മെനക്കെട്ട് പഠിക്കണം. അല്ലാതെ മെനക്കെടാതെ അത് കിട്ടുന്ന കാര്യമില്ല. ഈ ബുദ്ധി ഉണ്ടായിട്ടും കാര്യമില്ല, ബുദ്ധി ഇല്ലാഞ്ഞിട്ടും കാര്യമില്ല. എല്ലാവർക്കും കിട്ടും. അത് ബുദ്ധി കുറവുണ്ടെന്നൊക്കെ പറയപ്പെടുന്ന ആളുകൾക്ക് ചിലപ്പോ 10 വട്ടം വരേണ്ടി വരും. ചിലർക്ക് 2 വട്ടം പറഞ്ഞാൽ കിട്ടും. ബുദ്ധി ഇല്ലാത്ത ഒരാളും ഉണ്ടാവില്ല. 2 സൈസ് ബുദ്ധിയാണെന്ന് മാത്രം. ചിലർക്ക് എന്താകും, ഒറ്റ വട്ടം കൊണ്ട് അവിടെ മനസ്സിലേക്ക് പതിഞ്ഞിട്ടുണ്ടാവും, ഒറ്റ മെനക്കെടലോ. ചിലർക്ക് 2, 3, 4 വട്ടം എന്താകണോ മെനക്കെട്ട് ഇങ്ങോട്ട് റെഡിയാക്കി കൊണ്ടുവരണം. 4, 5 വട്ടം കൊണ്ട് ഓതേണ്ടി വരും. കിട്ടാത്ത ആൾക്കാരുണ്ടാവില്ല. പക്ഷെ ആ 4, 5 വട്ടം അല്ലെങ്കിൽ 3 വട്ടം ഓതാൻ നമുക്ക് മനസ്സില്ലങ്ങനെ നവിന് കിട്ടൂല. മനസ്സിലാകാത്ത ഒരാൾ എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ടാവില്ല. നമ്മളെ ബുദ്ധിയൊക്കെ ആവറേജ് ബുദ്ധിയാ. നമ്മൾ പാകിസ്ഥാനൊക്കെ എന്റെ ബുദ്ധിയുള്ള ആ ബുദ്ധിയൊക്കെ തന്നെ നമുക്കുള്ളൂ. മെനക്കെട്ടിട്ടുണ്ടാവുന്നു, അത്ര നമ്മൾ മെനക്കെടുന്നില്ല എന്നുള്ള വ്യത്യാസമാണ്. അല്ലാതെ പാകിസ്ഥാനൊക്കെയായിട്ട് അഭിവൃദ്ധി ഉണ്ടെന്നൊന്നും ഇപ്പൊ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഉണ്ടാവാം ചെറിയ വ്യത്യാസങ്ങൾ ചില വിഷയങ്ങളിലൊക്കെ ഉണ്ടാവാം. പഠിക്കുന്ന വിഷയത്തില് മെനക്കെടല കാര്യം. ചിലർക്ക് 1 വട്ടം മെനക്കെട്ടാൽ മതി, ചിലർക്ക് 2, 3, 4 വട്ടം മെനക്കെടേണ്ടി വരും. മനസ്സിലാകാതിരിക്കുക എന്നുള്ളതൊന്നുമില്ല. അപ്പൊ അതിലേക്ക് സൂചന ഉണ്ട്, പ്രയാസപ്പെട്ട് പഠിക്കണം എന്നതില്. പിന്നെ യഹുല്ലു അൽഫാദഹു എന്ന് പറഞ്ഞു അല്ലേ? എന്ത്? യഹുല്ലു ഹായിന് ലമ്മാണ് അവിടെ. യഹുല്ലു മനസ്സിലായ? അർക്കത്തിട്ട് കൊടുക്കാം. ഹായിന് ലമ്മാണ്. അങ്ങനത്തെ അർക്കത്ത് ഒരു പെണ്ണോട് നാളെ വന്നിട്ടുണ്ടില്ല. പെണ്ണി കയറിയുണ്ട്. ഇതിന്റെ കാലിലോട്ടോ ചന്തിലോട്ടോ യഹുല്ലു. യഹില്ലു എന്നും പറഞ്ഞിട്ടുണ്ട്. ഹലാലായി എന്നാണ് യഹില്ലുവിന്റെ അർത്ഥം. യഹില്ലു. പിന്നെ ഇറങ്ങി എന്നുള്ള അർത്ഥത്തിനാണെങ്കിൽ രണ്ടും പറയാം. യഹില്ലു എന്നും പറയാം, യഹുല്ലു എന്നും പറയാം. ഇപ്പൊ 3 അർത്ഥമുണ്ട് ഈ ഹല്ല എന്ന പദത്തിൽ. ഹല്ല യഹുല്ലു ആകുമ്പോ കെട്ടയിക്കുക. ഇവിടെ അർത്ഥാണ് കെട്ടയിക്കലാണ്. ഈ ലഫ്ദിനെ കെട്ടയിക്കും. ഹല്ല യഹില്ലു ആകുമ്പോ ഹലാല യഹില്ലു എന്നാണ് നമ്മള് ഫത്ഹുൽ മീനിലൊക്കെ ചെറുപ്പത്തിലെ പഠിച്ചത്. എന്നാൽ രണ്ടും യഹുല്ലും യഹില്ലും വരാ ഇറങ്ങുക എന്നുള്ള അർത്ഥത്തിൽ. മഹല്ല് ഇറങ്ങിയ സ്ഥലം. ജമ്മുൽ ജവാമിന്റെ ലഫ്ദിനെ കെട്ടയിക്കാരൻ. ലഫ്ദ് കെട്ടയിക്കാരൻ എന്താ? അതിന്റെ ഫായിൽ ഇന്നതാണ്, ഇത് ഫീലാണ്, മഖ്ബൂൽ ഇപ്പുറത്തുണ്ട്. ഇങ്ങനെ അതിന്റെ ഇറാബുകള് മനസ്സിലാക്കിയിട്ട് ഈ ഷറഹ് ജമ്മുൽ ജവാമി എന്ന മത്തനിന്റെ പദത്തിന് ആണ് റൂട്ട്. അതായത് ഇത് ഫീല്, ഇത് ഫായില്, മഖ്ബൂൽ, ഇതൊക്കെ ചുരുക്കി ആവശ്യമുള്ളിടത്തൊക്കെ പറഞ്ഞുതരും. മനസ്സിലായ? തർക്കീബിലേക്ക് സൂചന പറയുന്നു. അതാണ് കെട്ടൈ. ഈ യഹുല്ലു എന്നാല് നേരെ അർത്ഥം കെട്ടൈക്കല. കെട്ടൈക്കാരനെ കയറ് കെട്ടൈക്കണിനാണ് എന്ത് പറയാ? യഹുല്ലു എന്ന് പറയാം. ആ പദത്തിന് ഇറാബ് ബയാൻ ചെയ്യണേക്ക് എന്താക്കി? ഇസ്തിയാറത്തായിട്ട് വാങ്ങിയതാ. മജാസ് ഉണ്ടാവും. യഹുല്ലൂനെ ഹഖീഖി അർത്ഥം എന്താണ്? കയറിന്റെ ഒക്കെ കെട്ട് അയക്കണീനാണ്
ഇപ്പൊ ഇറാബ് ബയാൻ ചെയ്യുന്നതിനാണ് ഫീലും വായിലൊക്കെ അതിലുള്ള ഫീലും വായിലും മുത്തിയ ഖബറൊക്കെ ഒന്ന് മനസ്സിലാക്കി തരുന്നത് അറിയാത്ത ഭാഗത്തൊക്കെ. അതുകൊണ്ടാണ് അതിന് വേണ്ടി വായ്പായിട്ട് വന്നത്. അപ്പൊ യൗല് എന്നതിൽ എന്തുണ്ട്? മജാസ് ഇസ്തിയാറത്ത് ഉണ്ട്. അസദ് അസദ് എന്ന് പറഞ്ഞു കൊടുത്തുള്ള മജാസ് ഇല്ല, അതിനാണ് മജാസ് ഇസ്തിയാർ. വേറൊരാൾക്ക് ഉപയോഗിക്കുന്ന പദം മാറ്റി വേറെ ഒന്നിന് ഉപയോഗിക്കാം. പിന്നെ വയുബയ്യിനു മുറാദുഹു എന്ന് പറഞ്ഞാല് അതിന്റെ ഉദ്ദേശം മനസ്സിലാക്കി തരുന്നു, അല്ലെ, വെളിവാക്കി തരുന്നു. അവിടെ മത്തിനിന്റെ ഉദ്ദേശം ബയാൻ ചെയ്തു തരുന്നു. ഉദ്ദേശം ചിലപ്പോ ബയാൻ ഇല്ലെങ്കിൽ അതിൽ ഒരു വ്യക്തത ഇല്ലെങ്കിൽ അതിനെ വ്യക്തമാക്കി തരുന്നു. മനസ്സിലായ? അപ്പൊ ഏറെ ബയാൻ ചെയ്യുന്നതാണ് ആദ്യം പറഞ്ഞതിന്റെ അർത്ഥം. മറ്റൊരു അർത്ഥം അതിന്റെ ആശയങ്ങൾ ഒന്ന് ബയാൻ ചെയ്തു തരുന്നു. അതിന്റെ മുറാദ്, അവിടുത്തെ മുറാദ്, അവിടെ ഉദ്ദേശിച്ച മുറാദ്. മനസ്സിലായ? ഒരാളൊരു വാക്ക് പറയുമ്പോ ആ വാക്കുമ മാത്രം പിടിച്ച് തൂങ്ങലല്ല, അവിടെ അയാളെ മനസ്സിലൊരു മുറാദ് ഉണ്ടാകും. ആ മുറാദാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്, അല്ലേ? അങ്ങനല്ലേ? ഒരാളൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് ചിലപ്പോ വ്യാപകമായിട്ടാണ് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അയാളെ മുറാദ് എന്തെങ്കിലും ഒരു പ്രത്യേകമായ അർത്ഥമായിരിക്കും. ആ അർത്ഥാണ് വാക്കുമല്ല. വാക്ക് ചിലപ്പോ അങ്ങോട്ട് പറയും, മനസ്സിലെ ഉദ്ദേശം മുഅയ്യനായിരിക്കും, എന്തെങ്കിലും കൃത്യമായ ഒരു ഉദ്ദേശമായിരിക്കും. ഇപ്പൊ രാവിലെ തന്നെ ഒരു പുയ്യാപ്പള വീട്ടിൽ വന്നിട്ടുണ്ട്, ആ കരിയെടുക്ക് പെണ്ണെന്ന് പറഞ്ഞു ഭാര്യനോട്. അവ രാവിലെ സുബിക്ക് നീച്ച പാടാ പറയുന്നത്, ആ കരി ഒന്ന് എടുക്കുക. അപ്പൊ എന്ത് കരി എടുത്തെടുക്കുക? കരി എടുത്തെടുക്കും. ചായയൊക്കെ കുടിച്ചിട്ട് ആ കരി എടുക്കുക. അപ്പൊ ഏത് കരി എടുത്തെടുക്കുക? ഇയാള് കന്നിട്ടുന്ന ആളാ, പോത്തൊക്കെ ഉണ്ട് ഇയാളെ. ഏത് കാര്യം എടുത്തെടുക്ക? പോത്തിന്റെ കഴുത്തിൽ കെട്ടണ, കന്നൂട്ടയിൽ കെട്ടണ ആ രണ്ട് വടിയില്ലേ, കണ്ടിക്കണ? അതിന് പോത്തില്ല, കന്നൂട്ടലില്ല. കന്നൂട്ടൽ കണ്ടിക്കണ? പോത്തിനെ കൊണ്ട് അതിന്റെ മേലെ തലയിൽ രണ്ട് പോത്തിന്റെ എടി കെട്ടണ വടിക്കുണ്ടാക്കല്ല, അതിനെന്തെന്ന് പേരുണ്ട് പോലും? കരിന്ന് പേരുണ്ട്. അപ്പൊ ചാടിച്ചിട്ട് കരിയെടുക്കുക പറഞ്ഞാലും കരിയെടുത്ത തലമണ്ടക്ക് കിട്ടിയത്. സുബീക്ക് തന്നെ കരിയെടുക്കുക പറഞ്ഞപ്പോ ഈ കരിയെടുത്ത് കൊടുത്താലും തലമണ്ടക്ക് കിട്ടും. അപ്പൊ ഇയാളെ മുറാദ് എന്താകണം? ഓരോ സമയത്തും സന്ദർഭത്തിനനുസരിച്ചൊക്കെ മാറും. മനസ്സിലായ? പക്ഷെ വെള്ളം വേണമെന്ന് പറഞ്ഞു. ചിലയിടത്ത് ജ്യൂസ് കഴിക്കാൻ ഉദ്ദേശിച്ചു, ചിലയിടത്ത് നാരങ്ങളിലേക്കാണ് ഉദ്ദേശിച്ചത്, ചിലയിടത്ത് മറ്റേ പച്ചളിലേക്കാണ് ഉദ്ദേശിച്ചത്, ചിലർക്ക് ചായക്കാരൻ ആ വെള്ളം കൊണ്ട് ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ സന്ദർഭവും ഒന്നും മനസ്സിലായിട്ട് ഞാൻ ഏത് വെള്ളം വേണ്ടിയെന്നൊന്ന് ചോദിച്ചാൽ മതി, അല്ലേ? നാട്ടിലൊക്കെ പോയി വരുമ്പോ ഇവിടെ റെഡിയാക്കി വെച്ചാലും കുഴപ്പമില്ല. പിന്നെ എന്തേ മസ്അല, ഈ ജമ്മുൽ ജവാമിന്റെ മസ്അലക്ക് തെളിവ് പറയുന്നു. ഇതല്ല തഹ്ഖീഖാരനെ തെളിവ് പറയാന്നല്ല നമ്മള് പറഞ്ഞ, തഹ്ഖീഖാരനെ തെളിവ് പറയാന്ന് പറഞ്ഞില്ല. മസ്അല എന്ന് പറഞ്ഞാല് ഇവിടെ അർത്ഥം കൊടുത്തിട്ടുണ്ടത് ജമ്മു മസ്അല, മസാഇൽ ഓരോ ഖളിയയിലുള്ള പൂർണ്ണ നിസ്ബക്ക്, അതായത് പൂർണ്ണ ജുംലക്കാണ്. അത് ഏത് ജുംലക്കും മസ്അല, ഫിഖ്ഹിന് മാത്രമല്ല. മസ്അല എന്ന് പറഞ്ഞാല് പൂർണ്ണ ജുംല എന്നർത്ഥം. അന്നിസ്ബത്തു താമ എന്താണ്? മനസ്സിലായ? അപ്പൊ പൂർണ്ണ ജുംല എന്നുള്ള അർത്ഥം. മസാല പറഞ്ഞാല് മറ്റേ മസാല ഉണ്ട്, ഏത് ബിരിയാണിയിലെ മസാല ഇല്ലേ, അതിന്റെ ദലീലുകളെ തഹരീറാക്കുന്നു. പിന്നെ അല്ല യുഹല്ലിറു പറഞ്ഞല്ല, യുഖല്ലിസു, അതിനെ തനിപ്പിക്കും, എഡിറ്റ്, അതിനെന്താക്കും, അതിന്റെ ദലീലുകളൊക്കെ ചുരുക്കി വിവരിക്കുന്ന അർത്ഥം. വല വജീഹ് എന്ന് പറഞ്ഞാൽ അല ത്വരീഖ് എന്നാട്ടാ. ഇവിടെ വജീഹിന് എന്താ അർത്ഥം? ത്വരീഖ്. നാദിരീന പറഞ്ഞാല് മുതഅമ്മിലീന, നോക്കുന്നവർ മാത്രല്ല, ചിന്തിച്ചാലാണ് ഇതിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ. ഓട്ടം നോക്കിയാൽ ഇത് ഓതി കുടുങ്ങി വിചാരിച്ചു ചിലവര്. ചിന്തിക്കുന്നവർക്കല്ല.
നഫഅല്ലാഹു അല്ലാഹു ഉപകാരം ചെയ്യട്ടെ ബിഹി ശറഹ് കൊണ്ട് എല്ലാവർക്കും, ആർക്കെന്ന് പറഞ്ഞില്ല, എല്ലാവർക്കും. ആമീൻ. എന്താ അർത്ഥം? എന്താ സാധാരണ ഇസ്മാണോ ഫീലാണോ ഹർഫാണോ? ആമീൻ അറിയില്ലേ? ഇസ്മാണ് ഫീലിന്റെ അർത്ഥമല്ല, ഇസ്തജിബ് എന്ന വായനാക്കുള്ള ഇസ്മാണ്. അപ്പൊ ഫീലിന്റെ അർത്ഥമല്ല, ഇസ്തജിബ് ഫീലല്ലേ മുല്യരെ? കാലൽ മുസന്നിഫ്, മുസന്നിഫ് പറഞ്ഞു റഹിമ റഹിമഹുല്ല. അങ്ങനെ വായിക്കണ്ടോ? നാലെയാണ് റഹീം. ഫഇല റഹിമ റഹ്മത്ത് ചെയ്തു അദ്ദേഹത്തിന്, മുസന്നിഫിന് അല്ലാഹു തആല. ശാരിഹുള്ളപ്പോ ഈ കാലൽ മുസന്നിഫ് എന്ന് പറഞ്ഞത്. മുസന്നിഫ് നീ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാണ്ടാ തുടങ്ങാൻ പോണത്. അപ്പൊ കാലൽ മുസന്നിഫ് പറയുന്നു റഹിമഹുല്ലാഹു, അല്ലാഹു അദ്ദേഹത്തെ റഹ്മത്ത് ചെയ്യട്ടെ, തആല അല്ലാഹു മഹത്വമുള്ളവനായ നിലയ്ക്ക്. ഈ അല്ലാഹുവിന്റെ പേര് പറയുമ്പോൾ തആലാന്നോ ജല്ല സനാഉന്നോ ജല്ല ജലാലുഹുന്നോ ഒക്കെ പറയൽ എന്താണ്? നല്ലതാണ്, പുണ്യമാണ്, സുന്നത്താണ്. നമ്മളെ നബിതങ്ങളുടെ പേര് വെക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാ, മഹാന്മാരുടെ പേര് വെക്കുമ്പോൾ റഹിമഹുല്ലാഹ് റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറയുന്നത് പോലെ അള്ളാഹുവിന്റെ പേര് പറയുമ്പോൾ എഴുതുമ്പോഴൊക്കെ ഇൻഷാ അല്ലാഹ് എന്ന് വരുമ്പോൾ ഇൻഷാ അല്ലാഹു തആല എന്ന് എഴുതാം. അതുപോലെ അള്ളാഹുവിന്റെ പേര് പറയുമ്പോൾ തആല എന്ന് കൂട്ടൽ നല്ലതാണ്. അള്ളാഹുവിന്റെ ഒരു പുകഴ്ത്തൽ വരുന്നു. പിന്നെ അതാ യുസ്തഹബ്ബു ലികാതിബി അൽ ഹദീസ് ഇദാ മറ ബിദിക്രിൽ യക്തുബ അസ്സ വജല്ല. റഹീമാൻ പറയാം ഔ തആല. അള്ളാഹുവിന്റെ പേര് എഴുതുമ്പോഴൊക്കെ എന്താ അസ്സ വജല്ല എന്നോ തആല എന്നോ സുബ്ഹാനഹു വ തആല ഖാലല്ലാഹു അസ്സ വജൽ. അപ്പൊ എന്താ പറയല്? സുബ്ഹാനഹു വ തആല. അങ്ങനെ പണ്ടേ നടന്മാരെ കൊണ്ട് ഉസ്താദ്മാര് വേറെ പറയുമ്പോഴൊക്കെ പറഞ്ഞ് ശീലിപ്പിക്കലുണ്ട്. തബാറക വ തആല എന്ന് പറയാ, ജല്ല ദിക്റുഹു എന്ന് പറയാ, തബാറക ഇസ്മുഹു എന്ന് പറയാ, ജല്ല തഅലമത്തുഹു എന്ന് പറയാ, അമ്മാ അശ്ബഹ ദാലിക. പിന്നെ ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമം കൊണ്ട് മാത്രം ഞാൻ തുടങ്ങുന്നു. ഈ ബന്ധിക്കുമ്പോ എന്തർത്ഥം കൊടുക്കാം? തഫ്സീസിന്റെ അർത്ഥം കൊടുക്കാം. ഇതിന്റെ മഹദൂഫ് ഞാൻ തുടങ്ങുന്നു എന്നുള്ള വേക്കില കളയേണ്ടത്. എന്തല്ല അബ്തത്തി ബിസ്മില്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അബ്തത്തി ഒന്ന് വെക്കണം. പിന്നെ വായിച്ചില്ലേ റഹ്മാനി നേരത്തെ പറഞ്ഞതാണല്ലേ, റഹീമി. പിന്നെ നഹ്മദു നമ്മൾ സ്തുതിക്കുന്നു, നിന്നെ. ഇവിടെ ഈ ജമ്മക്ക് ഞാൻ സ്തുതിക്കുന്നു എന്നല്ല പറയേണ്ടത്. നേരത്തെ മുസന്നിഫ് അൽഹംദുലില്ലാ എന്നാ പറഞ്ഞത്. ശാരി മുസന്നിഫ് ഇവിടെ എന്താ പറഞ്ഞത്? ഞങ്ങൾ സ്തുതിക്കുന്നു. അതെന്താ? അത് നമ്മൾ അല്ലെ, മൂപ്പരെ തന്നെ ഒരു താലീമാക്കൽ വന്നു. ഞാനെന്ന് പറയാതെ നമ്മൾ എന്നുള്ള പറയുമ്പോൾ സ്വന്തത്തിന് താലീമാക്കൽ. മൂപ്പര് വലിയ മൗലിയരല്ലേ? ആര്? മുസന്നിഫ്. അപ്പൊ മുസന്നിഫിന്റെ ശരീരത്തിലുള്ള കൽബിലുള്ള ഇൽമിന അദ്ദേഹത്തെ തന്നെ എന്താക്കി? ബഹുമാനിച്ചു. ആ അനുഗ്രഹത്തെ എടുത്തു പറയാണ് നമ്മളോട്. ഞാന് വലിയ ആളന്നെയാണ് പറയേണ്ടടുത്ത് എന്താക്കാം? പറയാം. ഉസ്താദ് ശിഷ്യന്മാരോട് പറയാം. അതേപോലെ പറയേണ്ടടുത്ത് പറയാം. എന്തിനു വേണ്ടി പറയരുത്? അഹംഭാവത്തിന്റെ റൂട്ടിലൂടെ പറയരുത്. നിയമത്തെ എടുത്ത് പറയുക എന്ന നിലക്ക് അള്ളാഹു എനിക്ക് അങ്ങനെ അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നെ കിതാബൊക്കെ എനിക്ക് മുത്താല ചെയ്യാൻ എനിക്ക് തൗഫീഖ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ ഓതി പഠിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ ദർശനം ആരോട് പറയാ? അതുകൊണ്ട് കേൾക്കുന്നവർക്ക് ഉപകാരം ഉണ്ടെങ്കിൽ അവർക്കും അതിൽ താല്പര്യം കൂടും. അത് കേൾക്കുമ്പോ നിങ്ങളൊക്കെ അങ്ങനെ ഞാനും അങ്ങനെ ആകും എന്നുള്ള തോന്നൽ വരും. ഓരോ മാതൃകയാക്കിക്കോളും. അങ്ങനെയുള്ള ഘട്ടങ്ങളില് അള്ളാഹുവിന്റെ നിയമത്തെ എടുത്ത് പറയാം. അന്ന് ഇത് ചെയ്തതാണത്, അള്ളാഹു എനിക്ക് വലിയ അനുഗ്രഹം ചെയ്തത് എന്ന് അള്ളാഹിന്റെ നിയമത്തിനെ സ്തുതിക്കുക, അള്ളാഹിനെ സ്തുതിക്കുക എന്ന നിലക്കും പറയാം. മനസ്സിലായ? നഹ്മദുക്ക എന്ന് പറയുമ്പോൾ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയുമ്പോൾ നേരിട്ടുള്ള സംഭാഷണമായി. അള്ളാഹിനോട് അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ നേരിട്ടുള്ള സംഭാഷണമില്ല. അപ്പൊ നേരിട്ടുള്ള സംഭാഷണം നടത്തുമ്പോൾ ലദ്ദത്ത് കിട്ടും. അതുകൊണ്ടാണ് മുസന്നിഫ് എന്ത് പറയുന്നത്? ഈ നഹ്മദുക്ക എന്ന് പറയാണ് കിതാബിട്ട് കണ്ട് പറഞ്ഞത്. മനസ്സിലായ? അൽഹംദുലില്ലാ പറഞ്ഞവർക്ക് അതിൻ്റെതായ ന്യായം ഉണ്ടാകും, ഇത് പറഞ്ഞവർക്ക് ഇതിൻ്റെതായ ന്യായം ഉണ്ടാവും. ഏതായിരിക്കട്ടെ, ഇവിടെ ഇൻഷായി ആ ജുംലയാണ്. ഖബറിയല്ല, വാക്ക് ഖബറിയാണെങ്കിലും സംഗതി ഇൻഷായിയാണ്.
പിന്നെ അല്ലാഹുമ്മ അല്ലാഹുവേ, ഇത് അവിടെ യാനെ കളഞ്ഞതാ. യാ അല്ലാഹൂന. അല്ലാഹു എന്താ ഇറക്കിയവേ? മുനാദ മുഫ്രദ് മാരിഫ പറയണ്ടടാ. ദമ്മിന്റെ മേലെ മബിനി, നസ്ബിന്റെ മഹലിൽ. മുനാദക്ക് ശരിക്കും നസ്ബാണ്. യാ അബ്ദല്ല അവിടെ നസ്ബ് ഒഴിവാക്കും. മുദാഫ ആകുമ്പോൾ നസ്ബ് ഒഴിവാക്കും. ശിബു മുദാഫ് ആണെങ്കിലും യാ ഹസനൻ വജുഹുഹു എന്നാണ് പറഞ്ഞത്, അവിടെ നസ്ബ് ഒഴിവായി. മുനാദ യഥാർത്ഥത്തിൽ അദുഹു ഞാൻ വിളിക്കുന്നു എന്നാണ്. യാ എന്നത് എന്തിന്റെ പകരാണ്? അതുകൊണ്ട് അപ്പൊ അതിന്റെ മഫ്ഊലാണ് ഏത്? ശേഷമുള്ള മുനാദ. അപ്പൊ മുനാദക്ക് നസ്ബ് കിട്ടണം, അതുകൊണ്ടാണ് നസ്ബ് വന്നത്. നസ്ബ് ഒറ്റപ്പദങ്ങളാകുമ്പോ, മുഫ്രദായ പദങ്ങളാകുമ്പോ, അരിഫയായ പദങ്ങളാകുമ്പോ, സൈദ് അംറു പോലത്തെ അല്ലാഹു പോലത്തതാകുമ്പോ എന്തിന്റെ മേൽ മബിനിയാക്കും? ബാക്കിയുള്ളിടത്തൊക്കെ എന്തെന്നെ നസ്ബൻ, അങ്ങനെ അല്ലാത്തതൊക്കെ. പിന്നെ മാ എന്തിനു കൊടുത്തു? ആ യാനെ കളഞ്ഞിട്ട് അതിന്റെ പകരമായിട്ട് കൊടുത്തതാണ് ഏത്? മാ. അല്ലാഹുമ്മ. മനസ്സിലായ? അതിന്റെ ഒരു കാരണം എന്താണെന്നറിയോ? അള്ളാന്റെ പേര് ആദ്യം അങ്ങോട്ട് പറയാൻ വേണ്ടിയിരുന്നു. യാ അല്ലാഹു എന്ന് പറയുമ്പോ ഏത് പേരല്ലല്ലോ ആദ്യം വരുന്നത്? യാ അല്ല വരുന്നത്. അള്ളാനെ വിളിക്കുമ്പോഴും ഏത് പദം ആദ്യം തള്ളിക്കൂടെ വരിക? അപ്പൊ അതിന് അവിടെ എന്താക്കിയതാണ്? അള്ളാഹുവിന്റെ പദത്തില് യാക്ക് പകരം ബേക്കില് മാനെ കൊടുത്തുകാണ്ട് ശരിയാക്കിയതാ. മനസ്സിലായണ്ട? പിന്നെ ഇനി മൂപ്പര് നഹ്മദുക്കന്റെ അർത്ഥം പറയാം. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാല്, സ്തുതി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ എന്റെ ആണ് എന്താക്ക? നാവ് കൊണ്ട് പുകഴ്ത്ത. അള്ളാഹുവിന്റെ മദ്ഹുകൾ പറയാം. അപ്പൊ ഞാൻ സ്തുതിക്കുന്നു പറഞ്ഞാല് ഞങ്ങള് നിന്റെ മദ്ഹ് പറയുന്നു എന്നല്ല എന്റെ അർത്ഥം. നിന്നെ ഞങ്ങള് ഹംദ് ചെയ്യുന്നു. നിന്റെ വിശേഷണങ്ങൾ, നിന്റെ ജമീലായ ഇഖ്തിയാരിയായ വിശേഷണങ്ങളൊക്കെ ഞങ്ങള് എന്താകുന്നു? പറയട്ടെ. നിന്റെ ജമീലായ വിശേഷണങ്ങളൊക്കെ. അപ്പൊ അള്ളാഹുവിന്റെ എല്ലാ സിഫത്തും ജമീല. അള്ളാഹുവിന്റെ അപ്പൊ ഞങ്ങള് നിന്റെ എല്ലാ ജമീലായ, എല്ലാം ജമീലാണ്, എല്ലാ സിഫത്തും ഞങ്ങൾ ഇതാ വിശേഷണം നൽകുന്നു. നിനക്കുള്ള എല്ലാ സിഫത്തും. അള്ളാഹിനെ പറ്റി നമ്മൾ സമീ പറഞ്ഞാലും ആലിമ് പറഞ്ഞാലും ഖദീർ പറഞ്ഞാലും ഒക്കെ അള്ളാഹിനെ ഹംദ് ചെയ്യലാണ്, അള്ളാഹിന്റെ സിഫത്ത് പറയാണ്. സിഫത്തൊക്കെ ജമീലായത് കൊണ്ട് അപ്പൊ എങ്ങനെ അർത്ഥം വെക്കാം? നസിഫു ചെയ്യാനായ നസിഫു ഞങ്ങൾ നസിഫു എന്താ വാക്ക്? എന്താ മാതിയുടെ വസഫ നമ്മള് വസന യസിന് പോലെ അവിടെ മുദാറത്തിന്റെ അർപ്പിന്റെ അടിയില് കളയും. യൗസിഫു എന്നാണ് അസ്ല്. നസിഫു ഞങ്ങൾ വിശേഷിപ്പിക്കുന്നു നിന്നെ സിഫാത്തിക്ക നിന്റെ എല്ലാ സിഫത്തുകളെ കൊണ്ടും. അള്ളാഹുവിന്റെ അർത്ഥം പറഞ്ഞതാണ് അള്ളാഹുവേ എന്നാണ് അർത്ഥം.